ഇതാ ഞാനേ ഇപ്പോൾ ഈ കുടുംബശ്രീയുടെ വകയായിട്ടൊരു ഇതുണ്ട് യോഗ ക്ലാസ് അതിന് പോയിട്ട് വരട്ടെ. ഞാൻ ഒറിജിനൽ കുന്ത്രണ്ട് ഈ ക്യാമറയുടെ ഒറിജിനൽ ഇതിലാണ് എടുത്തേക്കുന്നത് ഒന്നുമില്ല. മുഖത്തെ പൗഡറാണ് വെളുവെളാന്നിരിക്കുന്നത് കേട്ടോ. ഈ കളറും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇതാണ് എൻ്റെ ശരിക്കുള്ള കളർ. ഇതെന്തോ ഈ വെളുപ്പ് മാറ്റാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഇത് ഒറിജിനൽ കളറല്ല, ഇതാവും ഒറിജിനൽ കളർ. അപ്പം ഞാൻ പോയിട്ട് വരട്ടെ. ഇന്ന് പോയി യോഗയ്ക്ക് എന്തൊക്കെയാണ് അവർ പറയുന്നതെന്ന് നോക്കാം. എൻ്റെ മനസ്സ് ക്ലിയറും അല്ല ശാന്തവും അല്ല, നമുക്ക് നോക്കാം. എന്നാൽ നമുക്ക് നടന്നു തുടങ്ങാം. അപ്പോൾ 12:30-ക്കാണ്. 12:30 എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള 1 കിലോമീറ്റർ അധികമുള്ള ഒരു ടൗണിലാണ് പോകേണ്ടത്. അവിടെ വരെ ഞാൻ നടക്കുന്നത് തന്നെ വേണം. ബസ്സൊക്കെ കാത്തു നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സമയം പോകും. എന്നാൽ 12 മണിക്കെങ്കിലും ഇറങ്ങിയിരുന്നെങ്കിൽ അത് ഞാൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ല, രാവിലെ കുറേ കരഞ്ഞു. എനിക്ക് ദേഷ്യം വന്ന്, സങ്കടം വന്ന്. നിങ്ങൾ വന്നു എൻ്റെ കൂടെ വന്നു. അപ്പോഴേ കൂടെ പോന്നു കേട്ടോ. കൂടെ പോന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഫ്രണ്ട് സർക്കിളുണ്ടെങ്കിലും എന്നെപ്പോലുള്ളവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. നമ്മൾ പലപ്പോഴും തനിച്ചായിരിക്കും. അത് നമ്മുടെ സ്ട്രെങ്തൻ കൂട്ടുകയേ ഉള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ മാനസിക സന്തോഷത്തിനൊക്കെ എപ്പോഴും ഒരു ഫ്രണ്ട് സർക്കിളൊക്കെ നല്ലതാണ്. ഇപ്പോൾ പള്ളിയിൽ പോകുമ്പോഴായാലും അല്ലെങ്കിൽ കുടുംബശ്രീക്ക് പോയാലും പള്ളിയിൽ ചെല്ലുമ്പോൾ കാണുന്ന ഏജ് ഗ്രൂപ്പിലുള്ളവരെ ആയിരിക്കത്തില്ല. ഞാൻ കുടുംബശ്രീയിൽ അത് കുറച്ചുകൂടെ ഏജ് എൻ്റെ അമ്മമാരുടെ പ്രായമായവരുണ്ട്, ചേച്ചിമാരുടെ ഉണ്ട്, അനിയത്തിമാരും ഇല്ല കേട്ടോ. അങ്ങനെ പലരുമായിട്ട് അപ്പോൾ സോഷ്യൽ ഒരു ഹെൽത്തും കൂടെ, മെൻ്റൽ ഹെൽത്തും സോഷ്യൽ ഹെൽത്തും എന്താ പറയുക, നമ്മുടെ ഒരു എല്ലാം നമുക്ക് എപ്പോഴും നമ്മളത് കാത്തു സൂക്ഷിക്കണം. ആരും നമ്മുടെ സന്തോഷം നമ്മുടെ കൈ കൊണ്ട് തരില്ല. എപ്പോഴും നമ്മൾ തനിച്ചായിരിക്കും. അന്നും പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഞാൻ തന്നെ പലപ്പോഴും ദൈവത്തോട് തന്നെ ചോദിക്കാറുണ്ട്. ഒരു 10-12 വയസ്സ് വരെ ഞാൻ മനുഷ്യരെ ഒന്നും കാണാതെ ഒരു കാട്ടിൽ മൃഗങ്ങളെ കണ്ട് ചുറ്റിനുമുള്ളതൊക്കെ വാറ്റുചാരായവും കുടിച്ചും അല്ലാതെ ലഹരിയും ഒക്കെ പെട്ട് അവരുടെയൊക്കെ കയ്യിൽ നിന്ന് ദൈവം എന്നെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെ എൻ്റെ അമ്മയൊക്കെ ദൈവം എത്രത്തോളം കാത്തു പരിപാലിച്ചു. അതുകൊണ്ട് എനിക്ക് പ്രകൃതിയോടും ദൈവത്തോടും എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കും കേട്ടോ. കറ്റാർവാഴ കണ്ട എന്ത് രസമുണ്ട്. ഞാനേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ ഈ നാട്ടിൽ ഇത്രത്തോളം നടന്നു പോകുന്നത്. എല്ലാ വഴിക്കും എനിക്ക് സ്കൂട്ടറില്ല, സ്കൂട്ടർ ഓടിക്കാൻ അറിയത്തില്ല. അതൊരു പോരായ്മ തന്നെയാണ്. നമുക്ക് അത്യാവശ്യത്തിന് മക്കളെയൊക്കെ കൊണ്ടുപോയി പോരായ്മയാണ്, അത് പറ്റിയില്ല, പഠിക്കണം. എങ്കിലും നടക്കാനും ഭയങ്കര ഇഷ്ടമാണ്. കാരണം മൈലുകൾ കിലോമീറ്ററുകൾ കുഞ്ഞുനാൾ മുതൽ നടന്ന് എനിക്കിതൊരു പുതുമയല്ല. പക്ഷേ ഈ നാട്ടുകാരൊക്കെ എപ്പോഴും എന്നെ നടന്ന് കാണുന്നതുകൊണ്ട് അവർക്ക് അതൊരു ഇതാണ്. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും സ്വയം സംസാരിക്കുകയല്ല, നമ്മുടെ മനസ്സിനോട് തന്നെ സംസാരിച്ച് കണ്ട് ഒക്കെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും അപ്പോൾ എപ്പോഴും ഒരു മെൻ്റലി ഹെൽത്തി ആയിരിക്കാൻ നോക്കുക. മെൻ്റലി ഹെൽത്തി എന്ന് പറഞ്ഞാൽ കരഞ്ഞാണ് തീർക്കാൻ പറ്റുന്നെങ്കിൽ കരഞ്ഞ് തീർക്കുക. പാട്ട് കേട്ടാണ് എങ്ങനെയാണോ ക്ലിയർ ചെയ്യാൻ പറ്റുക, പ്രാർത്ഥിച്ചാണോ അങ്ങനെ മനസ്സിനെ ക്ലിയർ ചെയ്യുക. നമ്മുടെ കൂടെ ആരും ഉണ്ടാവത്തില്ല. പലപ്പോഴും നമ്മൾ തനിച്ചായിരിക്കും. എൻ്റെ അനുഭവം, നമ്മുടെ റിയൽ ലൈഫ് എന്ന് പറയുന്ന ഈ കാണുന്ന യൂട്യൂബിൽ കാണുന്ന ഒന്നും ആയിരിക്കത്തില്ല നമ്മുടെ റിയാലിറ്റി. ഇന്ന് രാവിലെ തന്നെ ചെറിയൊരു കുഞ്ഞു കാര്യം പറഞ്ഞതിന് അച്ചാച്ചനുമായിട്ട് പിണങ്ങി. അച്ചാച്ചൻ എവിടെയോ പോകാനിരുന്ന അച്ചാച്ചൻ മുണ്ടുടുപ്പൊക്കെ അതുപോലെ ഊരിയിട്ടിട്ട് കുറേ നേരം അങ്ങ് കിടന്ന് എന്നോട് പിണങ്ങി. ഇത് കുഞ്ഞു കാര്യം എൻ്റെ വായിൽ നിന്ന് പോയതേ ഉള്ളൂ. അപ്പോഴത്തേക്കിന് ഞാനും കരഞ്ഞ്, ഒരുപാട് കരഞ്ഞ്. ഞാൻ ക്ഷമയൊക്കെ ചോദിച്ചെങ്കിലും ആൾ കൂളായില്ല. അത് അപ്പോൾ അവരുടെ ക്യാരക്ടർ അറിഞ്ഞ് പിന്നെ നിൽക്കുക എന്നുള്ളതാണ്. ഞാൻ 10 വർഷമായിട്ടും പഠിച്ചില്ല. പുള്ളി എന്നെ ക്ഷമിക്കും, ഞാൻ പുള്ളിയെ ക്ഷമിക്കാതെ. അതൊക്കെ തന്നെയാണ് റിയൽ ലൈഫ്. അല്ലാതെ നമ്മൾ കാണുന്ന മറ്റുള്ളവരൊന്ന് മോളേന്ന് വിളിച്ചാൽ അത് വീണ് പോകുന്ന ഒന്നും അല്ല യഥാർത്ഥ ജീവിതം. ഇതൊക്കെ വെറുതെയാണ്. അവരുടെ കാണിക്കുന്ന സ്നേഹമൊക്കെ വെറുതെ ആയിരിക്കും. നമ്മുടെ വീട്ടിൽ എന്താണ് അതാണ് നമ്മുടെ റിയൽ. അതിപ്പോൾ ദേഷ്യക്കാരനായാലും സോഫ്റ്റ് ആയാലും അവരുടെ, ഞാനിപ്പോൾ ഒന്ന് ദേഷ്യപ്പെട്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു പരസ്പരം മനസ്സിലാക്കൽ അത്ര തന്നെ. എപ്പോഴും അതൊന്നും സാധിക്കണമെന്നുമില്ല. അപ്പോൾ സങ്കടങ്ങളൊക്കെ ഒന്ന് കരഞ്ഞ് തീർക്കുക, അല്ലെ പ്രാർത്ഥിച്ച് ക്ലിയർ ചെയ്യുക, പാട്ട് കേട്ട് ക്ലിയർ ചെയ്യുക. ഞാൻ എപ്പോഴും എന്നെ ക്ലിയർ ചെയ്യുന്നത് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും. എനിക്ക് എന്തെങ്കിലും ദേഷ്യവും സങ്കടം വരുമ്പോൾ ഞാൻ കുറച്ച് നേരം എവിടെയെങ്കിലും പോയിരിക്കും, കരയും. എന്നിട്ട് ഞാൻ എന്തെങ്കിലും നടന്ന് ജോലികൾ ചെയ്ത് അങ്ങ് റെഡിയാക്കും. ചിലപ്പോൾ ഒരുപാട് തുണിയുണ്ടെങ്കിൽ അത് കഴുകി തീരുമ്പോഴത്തേക്കിന് എൻ്റെ സങ്കടങ്ങൾ മാറും. പിന്നെ എപ്പോഴും ലൈഫിൽ നമ്മൾ തനിച്ചായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എൻ്റെ അനുഭവങ്ങളൊക്കെ അത് ഞാൻ 12 വയസ്സ് വരെ നമ്മുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്ന ആ ഒരു കാലയളവ് വരെ ഞാൻ ജീവിച്ച ജീവിതം എന്ന് പറയുന്നത് വലിയ സ്വപ്നം. എന്ത് രസമാണല്ലേ ആ വീടും മുറ്റമൊക്കെ കാണാൻ. സ്വപ്നം കാണാൻ പോലും നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ളൊരു ജീവിതമായിരുന്നു എൻ്റെ. പക്ഷേ ദൈവം ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു വലയത്തിനുള്ളിൽ നമ്മളെ നിർത്തുക എന്ന് പറയില്ലേ. ഭൂമിയെ എങ്ങനെയാണ് ഓസോൺ പാളി സംരക്ഷിക്കുന്നത് അതേപോലെ തന്നെ എന്നെ ദൈവം സംരക്ഷിച്ചു കൊണ്ടുവന്നതാണ് എൻ്റെ ഈ ജീവിതം. പിന്നെ എന്താ പറയുക, ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കുക, നമ്മൾ തന്നെ സന്തോഷിപ്പിച്ച് വെക്കുക എന്നല്ലാതെ ഈ ഭൂമിയിൽ വേറെ ഒന്നുമില്ല. എങ്കിലും നമുക്കുള്ള നിമിഷങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യാറുണ്ട്, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മറന്നു പോവാറുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി. എങ്കിലും ശ്രമിക്കുക. കയ്യിൽ പാകമുള്ളതെന്ന് വെച്ചാൽ ഈ കുടയും എൻ്റെ പോക്കറ്റിൽ ഒരു 30 രൂപയുണ്ട്. 10 രൂപ അങ്ങോട്ട് വണ്ടിക്കൂലി, 10 രൂപ ഇങ്ങോട്ട് വണ്ടിക്കൂലി, ബാക്കി 10 രൂപ കയ്യിലുണ്ടാവില്ല, അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഞാൻ ആ 20 രൂപയ്ക്കും ബസ്സിൽ കയറി പോകാനും തീരുമാനിച്ചിട്ടില്ല, നടക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. നോക്കാം. 10 രൂപ കൊടുത്തൊരു ഓട്ടോയിൽ കയറി വന്നിട്ടോ.
നടന്നില്ല. 10 രൂപ ലാഭിക്കാമെന്ന് വിചാരിച്ചാൽ നടന്നില്ല. ലാഭിച്ചൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പിള്ളേർക്ക് വില വടയും വാങ്ങിച്ചൊക്കെ അല്ലാന്ന് കരുതും. എന്നാൽ ശരി, നമുക്ക് നോക്കാം. ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ, എവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പോഴേ ഞാൻ ഇവിടെ എത്തിയിട്ടോ. ഇവിടെ ആരും വന്നില്ല. എവിടെ വന്നാലും ആദ്യം അവിടെ ചെല്ലണം എന്നുള്ള എന്തോ എനിക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട്. എന്തുകൊണ്ടാന്ന് അറിയില്ല. എല്ലാവർക്കും എങ്ങനെയുണ്ടോ അറിയില്ല കേട്ടോ. എന്താടാ, നീയല്ലേ എൻ്റെ കൂട്ടുകാരൻ ഇല്ലേ? അപ്പം നമുക്ക് മീൻകറി വെക്കാം. ഞാൻ ഈ മണ്ണെണ്ണ ഒഴിച്ചാൽ കത്തിച്ചേട്ടോ. അത് ഇമാതിരി കത്തുന്നത്. ഈ മഴക്കാലത്ത് വിറക് ഈർപ്പം പിടിച്ച് കിടക്കുന്നത് കൊണ്ട് കത്തൂല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 180 രൂപയ്ക്ക് വാങ്ങിച്ച ചട്ടിയാണ് ഇത്. നമുക്ക് നമ്മുടെ അടുപ്പിലോട്ട് വെക്കാം. ഓ, ഗുഡ് നൈറ്റ് കേട്ടോ. അന്നത്തെ വിശേഷം ഇതാണ്. ഇവിടെ നിന്ന് നമ്മൾ മൊത്തം ശുദ്ധീകരണം ചെയ്തു. രാത്രി അത്താഴത്തിന് തന്നെ ഇസക്കൂട്ടനാണ്. മാനുവിന് മീൻകറി തന്നെ വേണം. ഇന്ന് നമ്മുടെ കോവയ്ക്കാൻ വേണ്ടി പുരട്ടിയും നമ്മുടെ മീൻകറി കണ്ടോ. നിങ്ങളെ മീൻകറി കാണിച്ച് ഞാൻ കൊതിപ്പിക്കുകയാണ്. കണ്ടോ 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 നല്ല ടേസ്റ്റ് കറി. അപ്പോൾ ഇത്രയും കളർ കിട്ടാൻ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ കോവയ്ക്കാൻ എടുത്താൽ പിന്നെ ടേസ്റ്റ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നല്ലപോലെ മൂപ്പിക്കുക, കരിക്കാതെ മൂത്ത് എന്താ പറയുക. അപ്പോൾ ഇതാണ് രാത്രിക്കത്തേക്കിന് വേണ്ടിയിട്ടുള്ള പാല് വെച്ചു. ഓക്കെ, ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്. റിയാലിറ്റി എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഭയങ്കര ഭയാനകമായിരിക്കും. അത് എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു, നമ്മൾ മെൻ്റലി നമ്മുടെ മനസ്സിനെ കാമാക്കി എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയം. കരഞ്ഞ് തീർക്കാനാണെങ്കിൽ കരഞ്ഞ് തന്നെ എന്നെ ക്ലിയർ ചെയ്യുക, പ്രാർത്ഥിച്ച് ക്ലിയർ ചെയ്യുക. എങ്ങനെയാണോ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുക അങ്ങനെ ക്ലിയർ ചെയ്യുക. പാട്ട് കേട്ടാണെങ്കിലോ കഥ കേട്ടാണെങ്കിലോ പുസ്തകം വായിച്ചാൽ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം. അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികൾ നടന്ന് ചെയ്താലും ഞാൻ ക്ലിയർ ആവാറുണ്ട്. അപ്പം റിയൽ ലൈഫ് എന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ വെച്ച് കെട്ടലൊന്നും എനിക്ക് കാണിക്കാൻ പറയാനുമില്ല. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് സ്നേഹവുമാണ് എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. പിന്നെ ദൈവം എന്നൊരു ശക്തി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മളുടെ ചുറ്റിനുള്ളവരെയും ഹാപ്പിയാക്കി വെക്കുക. അതിന് നമ്മൾ ഒരുപാട് എഫർട്ട് ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, സ്നേഹവും ഒരുപാട്.